കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ, അതായത് 2020 തെരഞ്ഞെടുപ്പിൽ ശരിക്കും RJD സഖ്യത്തിന്, അതായത് കോൺഗ്രസ് ഉൾപ്പെടുന്ന മഹാസഖ്യത്തിന് അധികാരത്തിൽ വരാനുള്ള ഒരു സാധ്യത ഉണ്ടായിരുന്നു. കാരണം 110 സീറ്റ് 243 അംഗ നിയമസഭയിൽ നേടാൻ മഹാസഖ്യത്തിന് സാധിച്ചിരുന്നു. ഭരണകക്ഷിയായ BJP JDU സഖ്യത്തിന് 125 ലഭിച്ചത്. കേവല ഭൂരിപക്ഷത്തിനേക്കാൾ അല്പം കൂടുതൽ സീറ്റാണ് ലഭിച്ചത്. പക്ഷേ ഇതിൽ ഒരു പ്രധാനപ്പെട്ട ഫാക്ടറായിട്ട് 2020 മാറിയത് കോൺഗ്രസിൻ്റെ ഒരു ദുർബലതയായിരുന്നു. കാരണം കോൺഗ്രസ് കൂടുതൽ സീറ്റുകൾ നേടിയിരുന്നെങ്കിൽ, ഒരു 20-30 സീറ്റ് കോൺഗ്രസ് കൂടുതൽ നേടിയിരുന്നെങ്കിൽ അധികാരം അന്ന് മഹാസഖ്യത്തിന് പിടിക്കാൻ സാധിക്കുമായിരുന്നു. കാരണം സ്ട്രൈക്ക് റേറ്റ് വെറും 27%. 70 സീറ്റുകളിൽ മത്സരിച്ച് വെറും 19 സീറ്റുകളിലാണ് കോൺഗ്രസ് ജയിച്ചത്. അപ്പോൾ അതേ സിറ്റുവേഷൻ തന്നെയാണ് ഇപ്പം ഈ ഒരു തെരഞ്ഞെടുപ്പിലും വരാൻ പോകുന്നത്. കാരണം RJDയെ സംബന്ധിച്ചൊരു വലിയ ബാധ്യത തന്നെയായിരിക്കും കോൺഗ്രസ് എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. കാരണം കോൺഗ്രസിന് ഇപ്പോൾ ബീഹാറിൽ സ്വന്തമായിട്ടൊരു വോട്ട് ബാങ്കോ അല്ലെങ്കിൽ ഒരു കാസ്റ്റ് ബേസ്ഡ് ആയിട്ടുള്ള സപ്പോർട്ടോ അല്ലെങ്കിൽ ഏതെങ്കിലും രീതിയിലുള്ള ഒരു സപ്പോർട്ടോ ഇല്ല എന്നുള്ളതാണ്. റീജിയണൽ വൈസ് നോക്കുകയാണെങ്കിൽ തന്നെ വടക്കൻ ബീഹാറിലാണെങ്കിലും തെക്കൻ ബീഹാറിലാണെങ്കിലും ഒരു സ്ട്രോങ് ഹോൾഡ് എന്ന് പറയുന്ന ഒരു മേഖലയൊന്നും കോൺഗ്രസിനില്ല. 4-5 സ്ഥാനാർത്ഥികളെ ഒറ്റയ്ക്ക് വിജയിപ്പിക്കാൻ കെൽപ്പുള്ള ഒരു പാർട്ടിയല്ല കോൺഗ്രസ്. അതൊരു റിയാലിറ്റിയാണ്.